ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗത്തിലൂടെ തനിക്ക് നഷ്ടമായത് ജ്യേഷ്ഠ സഹോദരനെയെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹവുമായി തനിക്കുള്ളത് പതിറ്റാണ്ടുകളായുള്ള ബന്ധം. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ തനിക്കുണ്ടായത് വ്യക്തിപരമായ നഷ്ടമെന്നും കൈതപ്രം ജനം ടിവിയോട്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പതിറ്റാണ്ടുകളായി ബന്ധമുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നമ്മോടൊപ്പം ചേരുകയാണ്. പി ജയചന്ദ്രനുമായിട്ട് പതിറ്റാണ്ടുകൾ നീണ്ടൊരു ബന്ധമുണ്ട്. ആത്മബന്ധം ആണ് കൂടുതലുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിൽ? അദ്ദേഹമായിട്ട് ആത്മബന്ധത്തിലാണ് നമുക്ക് പാട്ട് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാനിപ്പം എനിക്കുള്ള വിഷമം ഒരു കാര്യം വെച്ചാൽ ഈ ഇവിടെയുള്ള അദ്ദേഹത്തിനും ഗുരുസ്ഥാനീയനായിട്ടുള്ള ആളാണ്, എനിക്കും ഗുരുസ്ഥാനീയനായിട്ടുള്ള ആളാണ് കൃഷ്ണാനന്ദ ഭാരതി പോത്താങ്കണ്ടത്തുള്ള സ്വാമി. അദ്ദേഹത്തിനോട് ഭയങ്കര ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കോഴിക്കോട് നിന്ന് എൻ്റെ കാറിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പോത്താങ്കണ്ടത്തേക്ക്. അപ്പോഴൊക്കെ പുള്ളി ഭയങ്കര ജോക്കടിക്കും, നല്ല തമാശ, ഇടയ്ക്കിടയ്ക്ക് പാടും. വളരെ സാധാരണക്കാരെ പോലെ വഴിയിൽ ഇറങ്ങി ഉള്ളിലോട്ട് കാട്ടിലേക്ക് കയറിയിട്ട് മൂത്രമൊഴിച്ചിട്ട് വരും. ഒരു നാട്ടിയില്ലാത്ത ഒരാളാണ് ജയേട്ടൻ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത ആഘോഷത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞാലേ ഞാൻ ചെയ്തതാണ്. പാട്ട് ചെയ്തിട്ട് ജയേട്ടനെ കൊണ്ട് പാടിക്കണമെന്നുണ്ട്, പെട്ടെന്ന് പാടിക്കണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് ചെയ്ത പാട്ടാണ്. പക്ഷെ അത് ജയേട്ടനെ കൊണ്ട് പാടിക്കാൻ പറ്റിയില്ല അന്ന്. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പേ സ്വാമിയോട് ചോദിച്ചു, ഞാൻ വാട്സാപ്പിൽ പറഞ്ഞു, നമുക്ക് ജയേട്ടനെ കൊണ്ട് പാടിക്കണ്ടേ, നോക്കാം, ശ്രമിക്കാം എന്ന് അദ്ദേഹം എനിക്ക് മറുപടി തന്നു. ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹം പെട്ടെന്നാണ് പോയത്. ആ ഒരു നഷ്ടമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇക്കൊല്ലം സ്വാമിക്ക് അത് കിട്ടില്ല. ഈ എഴുത്തിൻ്റെ വഴിയിൽ പല ആളുകളുടെ, പല ഗായകന്മാരുടെ കൂടെ തിരുമേനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ ജയചന്ദ്രന് മാത്രമുള്ളൊരു പ്രത്യേകത എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്? ഭയങ്കര ആർദ്രതയാണ്. പിന്നെ ഒന്ന് ഭയങ്കര സംഗതികളും ബഹളമൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. അതൊന്നും അദ്ദേഹം പാടാറില്ല. ഭയങ്കര ദാസേട്ടൻ പാടുന്ന പോലുള്ള പ്രമദാനം പോലുള്ള പാട്ടുകളൊന്നും അദ്ദേഹം പാടിയിട്ടില്ല. ആ ഒരു സ്വര എന്താണ് പകർച്ചയിലേക്കാൾ അദ്ദേഹത്തിന് സ്വര സാന്ദ്രതയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിലുള്ളത്. ആ സ്വരപ്പകർച്ചയും സ്വരവിഹ്വലതയും ഒന്നും അദ്ദേഹത്തിൻ്റെ പാട്ടിലില്ല. അതിങ്ങനെ ആർദ്രമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കരയിങ്ങനെ കിടക്കുക തയ്യാറായിട്ട്, അല്ലേ? നീ ഒന്ന് ഇക്കിളി കൂട്ടിയാൽ കരയ്ക്ക് ഇതാവും, വികാര തരളിതമാവും കര എന്ന് പറയുന്ന ആ ഒരു വികാരമാണ് ജയേട്ടൻ്റെ പാട്ടിൽ മുഴുവൻ. പി ജയചന്ദ്രൻ്റെ ആലാപന ശൈലി തിരുമേനി എഴുതിയതല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഗാനമുണ്ടോ? പിന്നെ അത് ഞാൻ മറ്റേലൊക്കെ ഞാൻ പറഞ്ഞു, മധുചന്ദ്രികയുടെ അതിലിങ്ങനെ ഒരു താളമുണ്ടല്ലോ. അദ്ദേഹത്തിന് മൃദംഗക്കാരനായതുകൊണ്ട് ഈ താളം മുഴുവൻ ബൈഹാർട്ടാണ്. അത് ഏത് താളത്തിൽ പാടിയാലും കറക്റ്റായിരിക്കും. ഇപ്പോൾ അത് തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ഹിന്ദി ആയാലും അതൊന്നും പ്രശ്നമില്ല. കാരണം ആ താളം മുഴുവൻ മനസ്സിലുണ്ട്. ഈസി ആയിട്ടായിരിക്കും പാടുന്നത്. ഈ തകതകിട ഉള്ളൊരു പാട്ടാണ് മറ്റേ റാസാത്തി ഒന്നെ കാണാത നെഞ്ചം കാത്താടി പോലാടുത് തകതകിടതാണ്. അതായത് അനായാസമാണ് അദ്ദേഹത്തിന്. ആ ഒരു താളത്തിലാണ് കണ്ണീർ പൂവിൻ്റെ എഴുതിയതെന്ന് തിരുമേനി. അതെ അത് ശരിയാ. ആ താളാണ് ഞാനും ജോൺസനെ അറിയാവുന്നല്ലത്. അപ്പോൾ ജോൺസൺ പറഞ്ഞു ആ ഒരു താളത്തിൽ വരുമ്പോൾ അതിന് ബ്രൈറ്റാവും പാട്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കണ്ണീർ പൂവ് വല്ലാണ്ട് നീണ്ടുപോകും എന്നുള്ളതാണ് ജോൺസൺ പറഞ്ഞത്. തകടി ബ്രൈറ്റായിട്ട് നമ്മളെ കയ്യിലേക്ക് വരും. ഒരു ജ്യേഷ്ഠ സഹോദര ബന്ധം തന്നെയായിരുന്നു തിരുമേനിയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ആ വിയോഗത്തെ എങ്ങനെയാണ്, ഇപ്പോൾ എത്രത്തോളം സങ്കടമുണ്ടാക്കുന്നൊരു വിയോഗമാണ്? ഞാൻ ഇന്നലെ രാത്രിയാണ് നിറഞ്ഞത്. അപ്പം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് അങ്ങനെ കളയാനൊന്നും പറ്റില്ല. അതിങ്ങനെ വല്ലാണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ. പിന്നെ പക്ഷേ ഞാൻ സമാധാനിക്കും. എൻ്റെ ഈ അന്തരീക്ഷത്തിന് മുഴുവൻ ആ മഹാൻ്റെ ഈണങ്ങളും ശബ്ദങ്ങളും ഇവിടെ ഉണ്ട്.
എനിക്ക് എടുക്കാം, എനിക്ക് കയ്യിലെടുക്കാം, കോരി കുടിക്കാം, എനിക്ക് പാടാം, എനിക്ക് എതിരേൽക്കാം, എന്നെ സ്നേഹിക്കാം, ആ മനുഷ്യനെ എനിക്ക് തൊടാം, ഒക്കെ ആ പാട്ടിൽ വിളിച്ച് പറ്റും എന്നുള്ളതാണ്. പി ജയചന്ദ്രൻ്റെ ഒരു വിയോഗം എത്രത്തോളം വേദന ഉളവാക്കുന്നത് എന്ന് തന്നെയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നമ്മോട് പങ്കുവച്ചത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.